വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയത്തില്ല. DSSB നമ്മളൊരു മാസം മുമ്പ് DSSBയുടെ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ്, ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹി. ഓക്കെ, DSSB നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. നോൺ ടീച്ചിങ് വിളിക്കും, ടീച്ചിങ് വിളിക്കും. അപ്പൊ ഇതില് ടീച്ചിങ്ങും നോൺ ടീച്ചിങ്ങും വിളിച്ചിട്ടുണ്ട്. അതിൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സെക്ഷൻ ഓഫ്, അതായത് സുപ്രീം കോടതി വിധി പ്രകാരം സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വിളിക്കണമെന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ട് ഇപ്പോൾ DSSB നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വിളിച്ചിരിക്കുന്നു. കൂടാതെ മറ്റ് ടീച്ചിങ് വേക്കൻസികൾ, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് വേക്കൻസികൾ, ഇതിന്റെ ബാക്കിൽ നിന്ന് തന്നെ ബാക്കിയുള്ള വേക്കൻസികളും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു വീഡിയോസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് വളരെ ഒരുപാട് 10-40 പേജുള്ള നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നു. ബാക്കി നിങ്ങൾ ഈ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് DSSB എന്ന് വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിലേക്ക് കയറാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനലിലും അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ജസ്റ്റ് DSSB ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന് കണ്ടിട്ട് അവിടെ താഴെ വരുമ്പോഴത്തെ ഇവിടെ കിടക്കുന്നുണ്ട് വേക്കൻസി നോട്ടീസ് അഡ്വർടൈസ്മെന്റ് 2/2025. ഓക്കെ, അതിൽ വ്യൂ കൊടുത്താൽ മതി. വ്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ആ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നോക്കി വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളത് നോക്കി അപ്ലൈ ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. വളരെ സന്തോഷമുള്ള വാർത്തയാണ്. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പ്രധാനമായിട്ട് ലൈക്ക് ചെയ്യുക. ഒരുപാട് എൻഗേജ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളിലേക്ക് ഇതെത്തും. ആവശ്യമുള്ളവർ രക്ഷപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, പഠിക്കുന്നവർ വെറുതെ രക്ഷപ്പെടത്തില്ല, അപ്ലൈ ഒന്നും പറഞ്ഞ് രക്ഷപ്പെടത്തില്ല, പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അത് കൂടാതെ തന്നെ എന്ത് ചെയ്യുക, വേറെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് വന്നിട്ട് അത് പറയാം. ജസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ നോട്ടിഫിക്കേഷൻ പറയുന്നതിന് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഓൺലൈൻ ബാച്ചസുകൾ, എല്ലാ ബാച്ച്, അതായത് RRB ടീച്ചർ, KBS, NVS, EMRS, DSSB, AES, CTET 1 and 2, LPUP ലോങ് ടേം ബാച്ച്, KTET. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ സൂചിപ്പിക്കാത്ത FA ഫിഷറീസ് അസിസ്റ്റന്റ്, ഇതിന്റെയൊക്കെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ജസ്റ്റ് മൂവ് ഓൺ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഫുള്ള് ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ എല്ലാ ലൈവ് ക്ലാസ്സുകളുടെയും റെക്കോർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10,000ഓളം പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്മൾ പ്രാക്ടീസ് ആണ് ഇതിൽ ചെയ്യുന്നത് ക്ലാസ്സിനോടൊപ്പം തന്നെ. ഓക്കെ, അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള എല്ലാത്തിന്റെയും PDF മെറ്റീരിയൽസ്, ഓക്കെ, പുതിയ CBSE NCERT സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകളും മെറ്റീരിയൽസുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ബാച്ചിന്റെയും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ DSSBയുടെ DSSBയുടെ പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. വേക്കൻസി അഡ്വർടൈസ്മെന്റ് നമ്പർ 2/2025. ഓക്കെ, അതിൽ ആപ്ലിക്കേഷൻ സബ്മിഷൻ ആരംഭിക്കുന്നത് 18/8/2025. ഓക്കെ, 18-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 16/9/2025 സെപ്റ്റംബർ 16 വരെ. ഓക്കെ, ഓഗസ്റ്റ് 18-ാം തീയതി മുതൽ സെപ്റ്റംബർ 16 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ പെട്ടെന്ന് ജസ്റ്റ് ഇപ്പൊ തന്നെ സൈറ്റിൽ കയറി ചെന്നിട്ട് പലരും അങ്ങനെ മെസ്സേജസ് കമന്റ് ഒക്കെ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കുക, ഏത് സമയം വിളിക്കാം, കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. പരമാവധി നിങ്ങളോടൊപ്പം നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 18-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പം സൈറ്റിൽ കയറുമ്പോഴത്തേക്ക് ഇത് അപ്ലൈ ലിങ്ക് ഇതിൽ കാണത്തില്ല. 18-ാം തീയതി മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ഇനി അതിൽ ഏതൊക്കെ പോസ്റ്റ് ആണെന്നുള്ളത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് പോസ്റ്റ് എല്ലാം കൂടി 615 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 615 പോസ്റ്റുകളിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. ഓക്കെ,
ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് സാധാരണ KVS, NVS, EMRS പോലുള്ളതല്ല. ഇത് DSSP എന്ന് പറയുമ്പോൾ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് സംസ്ഥാനമാണല്ലോ, ഡൽഹി സംസ്ഥാനമാണല്ലോ, യൂണിയൻ ടെറിട്ടറി ആണല്ലോ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആണല്ലോ. അപ്പം അതർ സ്റ്റേറ്റ് ആണ്. അതർ സ്റ്റേറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും റിസർവേഷൻ, കാസ്റ്റ് വൈസ് ഉള്ള റിസർവേഷൻ, കമ്മ്യൂണിറ്റി വൈസ് ആയുള്ള റിസർവേഷൻ കിട്ടത്തില്ല. ബട്ട് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ജനറൽ കാറ്റഗറിയിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ചിലർക്ക് ചില റിസർവേഷനുകൾ വരുന്നുണ്ട്, അതിവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതില് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി C, ഗ്രൂപ്പ് C പോസ്റ്റുകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലർക്ക്, അസിസ്റ്റന്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ, മേഴ്സൺ. ഓക്കെ, അത് മേഴ്സൺ 58 വേക്കൻസീസ് ഉണ്ട്, 58 വേക്കൻസി. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലർക്ക് 11, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ 2, ജൂനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ 6, ടെക്നിക്കൽ സൂപ്പർവൈസർ റേഡിയോളജി 9, അതുപോലെ തന്നെ ബൈലിഫ് 14, അതുപോലെ തന്നെ നൈബ് തഹസിൽദാർ 1, അസിസ്റ്റന്റ് അക്കൗണ്ടൻസ് ഓഫീസർ 9, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ 9, സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ 7, സർവേയർ 19. നോക്കിക്കോളണം, പല ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് വിളിച്ചത്, ഡിഫറെന്റ് സെക്ഷനുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൺസർവേഷൻ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ്, അസിസ്റ്റന്റ് ഡൽഹി പ്രസന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിന്റെ കൂടെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അസിസ്റ്റന്റ് ഡൽഹി പ്രസന്റിലേക്ക് അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. 93 വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ പോലീസിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ടെസ്റ്റുകളൊക്കെ മീൻസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളിലേക്ക് നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. 93 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലൈബ്രറിയൻ, അതൊരു പോസ്റ്റേ ഉള്ളൂ, ഒരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് ലൈബ്രറിയൻ, ജൂനിയർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ചീഫ് അക്കൗണ്ടന്റ്, ഓരോരോ പോസ്റ്റ്. ഞാൻ കൂടുതലുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. കെയർ ടേക്കർ നിലയിൽ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചതാണ്, നമ്മുടെ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റ് ഉണ്ടോ സാറേ, നമുക്ക് ഇത്ര ക്വാളിഫിക്കേഷൻസേ ഉള്ളൂ. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കെയർ ടേക്കർ. 114 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത് കെയർ ടേക്കർ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫോറസ്റ്റ് ഗാർഡ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഫോഴ്സിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പോസ്റ്റാണ്. 52 വേക്കൻസീസ് ആണ്. പിന്നെ നെക്സ്റ്റ് അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ്, ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർ, KVS-ലും NVS-ലും EMRS-ലും AES-ലൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർക്കുള്ള ആദ്യ ഒരു ലോട്ടറിയാണ്, ആദ്യ ഒരു നോട്ടിഫിക്കേഷൻ ആണ് DSSP തന്നിരിക്കുന്നത്. 32 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. അതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റ് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇതിൽ തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ അതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മ്യൂസിക് ടീച്ചർ, മ്യൂസിക് ടീച്ചറും വിളിച്ച് നമ്മളിവിടെ അന്വേഷിച്ചിട്ടുണ്ട്. മ്യൂസിക് ടീച്ചർ 3 പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ 50 പോസ്റ്റ്, ഇൻസ്പെക്ടിംഗ് ഓഫീസർ 16 പോസ്റ്റ്. ഓക്കെ, സീനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് 3, പിന്നെ ഫാർമസിസ്റ്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഹിന്ദി, UDC 8. ഓക്കെ, അക്കൗണ്ട്സർ ഓഡിറ്റർ UDC 8. ഓക്കെ, സ്റ്റോർ കീപ്പർ 2. അങ്ങനെ വിവിധ പോസ്റ്റുകളിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം 615 പോസ്റ്റുകളിലേക്കാണ് DSSP ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ അടുത്ത TGT, PRT ഒക്കെ ഉടനെ തന്നെ വിളിക്കും, PGT ഒക്കെ ഉടനെ തന്നെ ഇതിന്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇതിന്റെ പോസ്റ്റുകൾ. 615 വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ അഡ്വർടൈസ് നമ്പരും കാര്യങ്ങളും ഒക്കെ ഓരോന്നിന്റെയും വേക്കൻസി എത്രയാണെന്നുള്ളതും അതിന്റെ ക്വാളിഫിക്കേഷൻ എത്രയാണെന്നുള്ളതും അതിന്റെ സിലബസ് എന്താണെന്നുള്ളതും അതിന്റെ സാലറി എത്രയാണെന്നുള്ളതും ഒക്കെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അൺറിസർവ്ഡ് എത്ര, OBC എത്ര, SC എത്ര, ST എത്ര, EWS എത്ര, ടോട്ടൽ എത്ര എന്നുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ ഒന്ന് എടുത്ത് പറഞ്ഞു തരാം ഞാൻ. അതായത് കൂടുതൽ പേർക്ക് നോൺ ടീച്ചിങ്ങിനായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ കാണിച്ചു തരാം. പിന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ടിനും 93 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ്
അതിലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, നോക്കുക. ഓക്കെ, അപ്പം അതായത് അതില് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ജസ്റ്റ് ഗ്രാജുവേഷൻ മതി, ഗ്രാജുവേഷൻ ആണ്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ തന്നെയാണ് കേട്ടോ, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഓരോ പോസ്റ്റുകൾ നോക്കി, വേക്കൻസി നോക്കി നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങളെ അറിയിക്കുക. 18-ാം തീയതി വരെ സമയമുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലൈബ്രറിയൻ, അസിസ്റ്റന്റ് ലൈബ്രറിയൻ, കെയർ ടേക്കർ. ഓക്കെ, 114 പോസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, കെയർ ടേക്കർ 114 പോസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്, കെയർ ടേക്കർ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ, അതുപോലെ തന്നെ അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് must have passed matriculation from recognized board having 6 months practical experience working as a caretaker in respect elderly as disabled from any recognized registered institution. ഓക്കെ, കെയർ ടേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി. നിങ്ങൾ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ നിന്നതായിട്ടൊക്കെയുള്ള ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ കെയർ ടേക്കർ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ജസ്റ്റ് 6 മന്തിന്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മതി. ഓക്കെ, അതുപോലെ തന്നെ എന്റെ സാലറി 18,000, 56,900 ആണ്. ഗ്രൂപ്പ് സി ആണ്. ഓക്കെ, ഇത് പേ ലെവൽ എന്ന് പറയുന്നത് 1 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഏജ് റിലാക്സേഷൻ, ഏജ് എന്ന് പറയുന്നത് 18-27 ആണ്. ഓക്കെ, ഇനി അതില് OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും റിലാക്സേഷൻ കൊടുക്കുന്നതായിരിക്കും, നോൺ ടീച്ചിങ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ബാക്കി ഫോറസ്റ്റ് ഗാർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ 1 ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുകയും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാണ്ട് ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾ തമ്പലയിൽ കണ്ടു കാണും, ടീച്ചിങ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. ഓക്കെ, മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് ഇതിൽ ടീച്ചിങ് പോസ്റ്റുകൾ ഉണ്ടാകും. നിങ്ങൾ ഓരോന്നും വായിച്ചു നോക്കുക. ഇപ്പൊ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. ടീച്ചർ എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. 32 പോസ്റ്റ് ഇതിൽ വിളിക്കുന്നത്. ഓക്കെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, അൺറിസർവ്ഡ് 19, OBC 7, SC 3, ST ഇല്ല, EWS 3, ടോട്ടൽ 32 വേക്കൻസി ആണ്. അതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാലറി 44,900, 1,42,000. തുടക്കത്തിൽ തന്നെ 1 lakh എബോവ് സാലറി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യണമെന്നാണ് എന്റെ ഒരു എളിയ അഭ്യർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ മടിച്ചിരിക്കരുത്. ഓക്കെ, ജോലി എവിടെയായിരുന്നാലും ചെയ്താൽ മതി, ഹാപ്പി ആയിരുന്നാൽ മതി. ഓക്കെ, അതായിരിക്കണം നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെയും അയക്കാനുള്ളതും ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നമ്മുടെ ഓരോ എക്സാംസിന്റെയും സിലബസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് തരേണ്ട ആവശ്യമില്ല, എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതും പിന്നെ ഓരോ പോസ്റ്റിന്റെയും സിലബസ്. ഓക്കെ, അത് 1 ടയർ ആണോ 2 ടയർ ആണോ എങ്കിൽ അതിന്റെ എക്സാംസ്, ക്വസ്റ്റ്യൻസ്, മാർക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പിടികിട്ടുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട പോസ്റ്റുകളുടെ, അത്യാവശ്യമുള്ള നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകളുടെ എല്ലാത്തിന്റെയും എക്സാം പാറ്റേൺ, എക്സാം രീതിസ്, എങ്ങനെയാണ് എക്സാം നടത്തുന്ന കാര്യങ്ങൾ ഒരു സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നോക്കിയിരിക്കുക. തീർച്ചയായിട്ടും അടുത്ത PGT, ബാക്കിയുള്ള PGT വിളിക്കുന്നതായിരിക്കും. PRTയുടെ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പൊ PRT കുറച്ച് താമസിക്കും. ഓക്കെ, അവിടെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. SC/ST 5, OBC 3, PWD 10 years, PWD SC/ST PWD 15 വർഷം, OBC PWD ആണെങ്കിൽ 13 വർഷം, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ജനറലിന്റെ ഒരു ലെവലിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ പിന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, എപ്പോഴും നമ്മുടെ അതർ സ്റ്റേറ്റിലേക്ക് വിളിക്കുമ്പോൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ അതിന്റെ റിസർവേഷൻ കിട്ടുകയും ചെയ്യും. അപ്പം ഫുൾ ഡേറ്റാസ് ഇവിടെ ഈ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം വളരെ വിശദമായിട്ട് ഞാനൊന്നും അധികം ഒന്നും പറയുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് നോക്കുകയും സൈറ്റിൽ കയറുകയും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും വായിക്കുകയും നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന ധാരാളം പോസ്റ്റുകളുണ്ട്. നോൺ ടീച്ചിങ്ങും പോസ്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സുകളുടെ തന്നെ നിങ്ങൾക്ക്
തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി ഒരു സെറ്റിന്റെ നിങ്ങൾക്ക് നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആകാനുള്ള സെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് അപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.